ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ് ചെയ്യാൻ പോകുന്നത്. വെറും ചിക്കൻ കറിയല്ല, ബിരിയാണി ചിക്കൻ കറിയാണ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ബിരിയാണി ആണോ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല. ഇപ്പം എന്നാ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ബിരിയാണിയുടെ കാര്യം എപ്പോഴും കഴിക്കുന്ന ഒരു കാര്യമാണ് സാലഡ്, പപ്പടം, പിക്കിള്. പിന്നെ ഏറ്റവും കൂടുതൽ ടേസ്റ്റായിട്ട് കഴിക്കുന്നത് ചിക്കൻ ഫ്രൈ ആണ് കഴിക്കുന്നത് അല്ലേ. അപ്പോൾ എന്നാ ചെയ്യണം, ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ കറി, ബിരിയാണിയുടെ കൂടെ ഒരു ചിക്കൻ കറി കഴിച്ചാൽ എങ്ങനെയാണ് ആ ഒരു ടേസ്റ്റ്. മിക്കപ്പോഴും ബിരിയാണി കഴിക്കുമ്പോൾ ചിലയിടത്ത് എല്ലാവരും പറയും ഗ്രേവി പോരാ, ചോറ് മാത്രമേ ഉള്ളൂ, ഇച്ചിരി കറി എന്നേലും കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാമായിരുന്നേ. അങ്ങനെ പറയുമ്പോൾ ഒരു ഓപ്ഷൻ നമ്മൾ കാണണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. ഇത് വലിയൊരു ടെൻഷൻ പിടിച്ച പണിയാണോ എന്ന് ചോദിച്ചാൽ ഒന്നുമല്ല, ഒരു ചെറിയൊരു കറി ഉണ്ടാക്കുന്നത്. പക്ഷേ ബിരിയാണി കഴിക്കുന്നവർക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാം, അതല്ല നെയ്ച്ചോറിനൂടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതൊന്നും വേണ്ട, ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിൽ അങ്ങനെ, അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിൽ അങ്ങനെ. ഇത് ഈ പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പക്ഷേ ഇത് പറയുന്നത് ബിരിയാണി ചിക്കൻ കറി എന്നാണ് പറയുന്നത്. ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്നൊക്കെയാണെന്ന് നോക്കിയോ. കുറച്ച് പട്ട, പിന്നെ വേണ്ടിയത് ഇച്ചിരി ഏലക്ക, പിന്നെ കുറച്ച് എന്താ പറയുക പട്ടയുടെ ഇലയില്ലേ, പിന്നെ വേണ്ടിയത് കുറച്ച് സവാള, ഇച്ചിരി ചിക്കൻ, ഇത് ബോൺലെസ് അല്ല, നമ്മൾ സാധാ ഇറച്ചി, ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, കുറച്ച് മുളക് പൊടി, ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ടൊമാറ്റോ, ഉപ്പ്, കുരുമുളക്, ജീരകം അല്ലെങ്കിൽ ജീരകപ്പൊടി, പിന്നെ ഒരു ഇച്ചിരി പെരുംജീരകം, പിന്നെ ഒരു ഇച്ചിരി തേങ്ങ. ഇത്രയും സാധനമാണ് വേണ്ടിയേ. ആദ്യം എന്നാ ചെയ്യാൻ പോകുന്നത്, ഇതിനൊരു ഏറ്റവും കൂടുതൽ പണി വരുന്നത് എന്നാണെന്നറിയോ, നമ്മൾ ഈ പാത്രം ഒന്ന് ചൂടായി വരാൻ ഒരു ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ ആദ്യം ഞാൻ പാൻ അടുപ്പേ വെച്ചേച്ച് കുറച്ച് അരയ്ക്കാനുണ്ട്. അരയ്ക്കാൻ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഈ തേങ്ങ തിരുമ്മിയിടാം. ഇതിപ്പോൾ എളുപ്പത്തിനാണ് ഞാനിങ്ങനെ ആക്കിയത്. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി പെരുംജീരകം, എല്ലാം ടീസ്പൂൺ കണക്കാണ് ഞാൻ എടുക്കുന്നത്. ഇതിപ്പോൾ ഒരു ടീസ്പൂൺ എടുത്തോ. ഇപ്പോൾ ഒരു ടീസ്പൂൺ അല്ല, ഇപ്പോൾ നമ്മൾ ഇടുമ്പോഴത്തേന് നമുക്കറിയത്തില്ല അതിൻ്റെ ഒരു കുറവ് എന്നാക്കിയാന്ന്, അത് അനുസരിച്ച് വേണം നമ്മൾ ഇടാനേ. ഞാനിപ്പോൾ ഒരു 1/2 സ്പൂണും കൂടി ഇടുക. ജീരകം ഒത്തിരി വേണ്ട, ഒരു ഇച്ചിരി, ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ കാലല്ല എന്നാൽ അരയല്ലാത്ത രീതിയിലിടണം. കുരുമുളക് ഒരു നിറച്ചൊരു സ്പൂൺ ഇട്ടു. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടാവുന്ന സമയം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. തിരുമിയ തേങ്ങയാന്നേൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. പക്ഷേ ഇത് എളുപ്പത്തിന് ചെയ്തുകൊണ്ടാണ് ഇച്ചിരി പണിയാവുന്നത്. ഒരു ഇച്ചിരി നല്ലതായിട്ട് അരഞ്ഞ് വരണം, അതവിടെ ഇരിക്കട്ടെ, നേരം ഉണ്ടല്ലോ. പിന്നെ എന്നാ ചെയ്യേണ്ടേ, എണ്ണ ചൂടായി. എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യ് ഒഴിക്കാം. പക്ഷെ ബിരിയാണിയിലൂടെയാണ്, ബിരിയാണി നിറച്ച് നെയ്യേലാണ് ഉണ്ടാക്കുന്നത്. അന്നേരം പിന്നെ ഇതിനകത്തൂടെ നെയ്യ് ഒഴിക്കുവാന്നേൽ ഒരുപാട് ഫാറ്റായി പോകും, അതുകൊണ്ട് അത് വേണ്ട. അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി വെജിറ്റബിൾ ഓയിലാണ്, ഈ പറഞ്ഞ പോലെ വെളിച്ചെണ്ണ ഒന്നും ചേർത്തേക്കല്ലേ. രണ്ട് മൂന്ന് ഏലക്ക, ഒരു പട്ടയുടെ ഇല പൊട്ടിച്ചിടുക. അതിൻ്റെ കൂട്ടത്തിൽ ഇതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ, അതായത് കടുക് പൊട്ടുന്ന പോലെ ഇതൊന്ന് പൊട്ടും. ഏലക്ക മാത്രമേ പൊട്ടുകയുള്ളൂ, പട്ടയൊന്നും പൊട്ടുകയില്ല. ഇതിനകത്തോട്ട് ഉള്ളി, ഇനി ഒരു ഇച്ചിരി തീ കൂട്ടിക്കോ. കൂട്ടി വെച്ച് ഇത് പെട്ടെന്നൊന്ന് മൂക്കാനായിട്ട് ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് മൂക്കുന്ന സമയത്ത് ബാക്കിയും കൂടെ അരച്ചെടുക്കുക. ഓക്കെ,
ഉള്ളിയുടെ കൂട്ടത്തിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് നല്ലോണം അതിനകത്ത് അങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ ചിക്കൻ ഇതിനകത്തോട്ട് അങ്ങ് ഇടുക. ഇങ്ങനെ നമ്മൾ സാധാ ചിക്കൻ കറി ഉണ്ടാക്കുവാന്നേൽ എന്നാണെന്നറിയാവോ, ചിക്കൻ കറി കൂടെ ഉണ്ടാക്കുവാന്നേൽ ഈ ഇറച്ചിയിലെല്ലാം പിടിക്കുമെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ആ ഉള്ളിയുടെ ഫ്ലേവർ, ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ഫ്ലേവർ എല്ലാം ആ ഇറച്ചിയെ പിടിക്കും. മാത്രമല്ല എന്നാന്നോ, നമ്മൾ ഈ പൊടിയൊക്കെ ചേർക്കുന്ന സമയവും അത് തെളിഞ്ഞ എണ്ണ വരുന്ന സമയവും എല്ലാം അറ്റ് ദ സെയിം ടൈം ഈ ചിക്കൻ ഇതിനകത്ത് വേവുകയും ചെയ്യും. അതിനാണ് ഏറ്റവും നല്ല രുചി എന്നാണ് പറയുന്നത്. ഇത് ഒത്തിരി മൂക്കാനുണ്ട്. അതായത് നമ്മുടെ ഈ എന്നാ പറയുന്നത്, ഇറച്ചിയുടെ ആ നിറം ഒന്ന് മാറണം. ഈ എണ്ണയിൽ കിടന്ന് വയറ്റി വരുമ്പോഴത്തേന് അതിനൊരു വെള്ള നിറം വരുവേ. അത് വരുന്നിടം വരെ ഇതൊന്ന് വയലട്ടെ. അപ്പോൾ ഈ ബാക്കിയും കൂടെ ഒന്ന് അരയ്ക്കാം. തേങ്ങ തിരുമ്മി ഇടുമായിരുന്നെങ്കിൽ ഈ പാട് വല്ലതും ഉണ്ടായിരുന്നു, എളുപ്പത്തിന് ചെയ്താൽ. അന്നേരം ഈ കിടന്ന് ഈ പാട എത്ര നേരം അരയ്ക്കണമെന്നുണ്ടോ? നമ്മൾ ഇച്ചിരി ഒന്നും വേണ്ടാന്ന് വിചാരിക്കുമ്പം നമുക്ക് ഇരട്ടി പാടാ വരുന്നത്. ഇറച്ചിയുടെ നിറമെല്ലാം മാറി. ഇനിയാണ് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ഇതിനകത്തോട്ട് ഇടണ്ടേ. ഇത് എല്ലാം കൂടെ നല്ല അസലായിട്ട് ഇളക്കി ആ ചിക്കനെ മുഴുവനൊന്ന് പെരണ്ട് വരണം. പെരണ്ട് വരുമ്പോഴത്തേക്ക് നല്ലോണം ഈ പറഞ്ഞ പോലെ അതിനകത്ത് നിന്ന് വെള്ളം നല്ലോണം ഊറും. മാത്രമല്ല അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് നമ്മൾ എന്തായാലും വെള്ളം ചേർത്ത് അരച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെള്ളവും കൂടി ഉണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ആക്ച്വലി വെള്ളമുണ്ട്, പക്ഷേ ഈ വെള്ളം ഇപ്പോൾ പോവും. എങ്ങനെയാണെന്നറിയോ, നമ്മൾ ഈ പൊടിയെല്ലാം ചേർക്കുകയല്ലേ, അന്നേരം ആ പൊടിക്കകത്തോട്ട് ഈ വെള്ളം എല്ലാം അങ്ങ് പിടിക്കും. ഫസ്റ്റ് ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു 2 ടീസ്പൂണിനകത്ത് പച്ചമുളക് ചേർക്കുകയില്ല, അപ്പോൾ ആ എരിവ് അനുസരിച്ച് ചേർത്തോണേ. കുറച്ച് ഗരം മസാല കുറച്ചിട്ടേച്ചാൽ മതി, കാരണം പട്ട, ഏലക്ക, പിന്നെ പെരിഞ്ജീരകം, ജീരകം ഇതെല്ലാം അരയ്ക്കുന്നുണ്ട്, ഒത്തിരി വേണ്ട, കുറച്ച്. പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി കൂടെ ഇട്ടേച്ച് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കുക. ഇട്ടേക്കുന്ന പൊടിയെല്ലാം ചിക്കനേലോട്ട് പെരളണം. ഇത് ഒരുപാട് സ്പൈസി ആയിരിക്കത്തില്ല, ഒരു ഇച്ചിരി സ്പൈസിയേ ഉള്ളൂ. കാരണം എന്നാണെന്നറിയോ, ബിരിയാണി സ്പൈസി ആണെങ്കിൽ ഇതും സ്പൈസി ആണെങ്കിൽ നമുക്ക് അതിൻ്റെ രുചി അറിയത്തില്ല. പക്ഷേ ബിരിയാണി ഒരുപാട് സ്പൈസി ആവാതെ പോവുകയാണെങ്കിൽ നമുക്കിത് സ്പൈസി ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അങ്ങനത്തെ ഒരു മാജിക് ഉള്ളൊരു കറിയാണ് ഇത്. അപ്പോൾ അത് ചെയ്ത് നോക്കിയാലല്ലേ അറിയത്തുള്ളൂ. പക്ഷേ ചെയ്യുമ്പോൾ ബിരിയാണി ഉണ്ടാക്കി വെച്ചേച്ച് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. ഇതിനകത്തോട്ട് ഈ ഒരു ടൊമാറ്റോ മതിയേ, ഇച്ചിരി ഉപ്പ്, ഉപ്പും കൂടെ ഇട്ടേച്ച് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നിറച്ച് വെള്ളമൊന്നും ഒഴിക്കണ്ട, നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ, നിറച്ച് വെള്ളവും ഞാൻ ഉദ്ദേശിച്ചത് ഗ്രേവീനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അന്നേച്ച് ഇതൊരു തിക്ക് ഗ്രേവി ആണോ ഒരുപാട് നല്ല ഗ്രേവി വേണോ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചാൽ മതി. എല്ലാവരും ബിരിയാണിക്ക് ഗ്രേവി ഇല്ലേ എന്ന് എല്ലാവരും ചോദിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നിറച്ച് ഗ്രേവി കൊടുക്കുക. പക്ഷേ ഓരോ കറിക്കും അതിൻ്റേതായ ഒരു അളവുണ്ട് ഗ്രേവിക്ക്. അതല്ല ഗ്രേവി കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം കൂടുതൽ ഒഴിക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ ചുവയായിരിക്കും കൂടുതൽ, രുചി കാണുകയില്ല. ഇനി ആ ഇറച്ചിയെന്നുള്ള വെള്ളവും കൂടെ ഒന്ന് ഊറി തിളച്ച് കഴിഞ്ഞ് ഇനി ചെറിയ സിമ്മേലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയാണ്. ഈ ചിക്കൻ കറിക്കകത്തോട്ട് കറിവേപ്പില ഇടുമോയെന്ന് ചോദിച്ചാൽ, ബിരിയാണിക്ക് കറിവേപ്പില ഇടുമോ ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് തിരിച്ചെന്നോട് ചോദിക്കാം. പക്ഷേ കുറച്ച് നാളായി ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ട്, അതുകൊണ്ട് എൻ്റെ ഒരു സമാധാനത്തിന് ഒരു 3-4 ഇല മാത്രമേ ഇടത്തുള്ളൂ. എന്നും പറഞ്ഞാൽ ബിരിയാണിയുടെ ചൊവയൊന്നും പോകത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാധാ ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റ് വരും. എന്നാലും പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ബിരിയാണിയുടെ ആ ഒരു ഫ്ലേവറും ആ ഒരു മണവും എല്ലാം ഇതിനകത്തുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ തൈര് ചേർക്കുകയില്ല, പച്ചമുളക് ചേർക്കുകയില്ല, ബിരിയാണിക്ക് ചേർക്കേണ്ട ഇലകളുണ്ട്, അതൊന്നും ചേർക്കുകയില്ല. പക്ഷേ കറിവേപ്പില ഇട്ടുകൊണ്ട് ചിലപ്പം
നാടൻ കറിയുടെ ഒരു ടേസ്റ്റ് വരും. അത് എൻ്റെ ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾ അത് ചെയ്യണ്ട. ഇത്രയും മാത്രം ചെയ്താൽ മതി. ഗ്രേവിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുക, കുറയ്ക്കുക, എന്നാന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷേ ഇത് ഞാൻ ഇന്ന് വരുന്ന ഗസ്റ്റിന് നെയ്ച്ചോറിനൂടെയാണ് കൊടുക്കാൻ പോകുന്നത്. നെയ്ച്ചോറാണെന്നും പറഞ്ഞ് ഞാനിപ്പോൾ ഇറങ്ങാൻ പോകുന്നത്. പക്ഷേ അത് നെയ്ച്ചോറാവോ ഫ്രൈഡ് റൈസ് ആവോ എന്നുള്ളത് എനിക്ക് തന്നെ അറിയാൻ മേല. കാര്യം സ്പീഡ് ചെയ്ത് തീർക്കാനുള്ളത്. നമ്മുടെ ഫ്രൈഡ് റൈസ് ചിക്കൻ കറി റെഡിയാണേ. ഞാൻ പറഞ്ഞല്ലേ അപ്പോഴേ, നെയ്ച്ചോറെന്ന് പറഞ്ഞ് ഇറങ്ങി കഴിയുമ്പോൾ ഫ്രൈഡ് റൈസേ ആവത്തുള്ളൂ എന്ന്. എന്നാ ചെയ്യാനാ, നേരം കിട്ടണ്ടേ. അപ്പം ഞാൻ എന്നാ ചെയ്തു, കയ്യിലിരുന്ന് എല്ലാം വെച്ച് വെച്ചൊരു ഫ്രൈഡ് റൈസ് ആക്കി വെച്ചേ. പക്ഷേ രുചിക്കുറവൊന്നുമില്ല. ഈ ഫ്രൈഡ് റൈസും ചിക്കൻ കറിക്കും ഈ പറഞ്ഞ പോലെ അത്ര പ്രാധാന്യം കൊടുക്കണ്ട, പക്ഷേ കൊടുക്കണം. കാര്യം എൻ്റെ ഒരു ഇഷ്ട മേഖലയാണ്, അതുകൊണ്ട് പ്രാധാന്യം കൊടുക്കണം.